ഷെറിൻ വിവേകാണ്. എൻ്റെ യൂട്യൂബിൽ ഞാൻ ഈ പടം അപ്ലോഡ് ചെയ്യുവാണ്. ഇത് ഇന്ന് രാവിലെ എൻ്റെ ഹസ്ബൻഡ് അപ്പോൾ പുള്ളി ഇങ്ങനെ ഒരു ടാബ്ലറ്റ് ഇതിനകത്ത് ഇടാൻ നോക്കിയതാണ്. കാരണം വെള്ളം ശുദ്ധീകരിക്കാനുള്ള ക്ലോറിൻ ടാബ്ലറ്റ് ഇടാൻ നോക്കിയതാണ്. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇടാറുണ്ട്. അപ്പോൾ ഇന്നലെ വരെ യാതൊരു പ്രശ്നവും ഞങ്ങളുടെ വെള്ളത്തിൻ്റെ ടാങ്കിൻ്റെ അകത്ത് ഇല്ലായിരുന്നു. ഇന്ന് ഞങ്ങൾ വെള്ളത്തിൻ്റെ ടാങ്ക് തുറന്ന് എൻ്റെ ഹസ്ബൻഡ് ഈ ടാബ്ലറ്റ് ഞങ്ങൾ ഇടാൻ തുടങ്ങിയപ്പം ഒരു കമ്പി ഇങ്ങനെ കുറുകെ ഇരിപ്പുണ്ട്. ഞങ്ങളുടെ അടച്ചു വെച്ചേക്കുന്ന ഞങ്ങളുടെ ടാങ്കിൻ്റെ ഉള്ളിൽ ഒരു കമ്പി ഇങ്ങനെ കുറുകെ ഇരിക്കുകയാണ്. അപ്പം അപ്പോൾ എല്ലാവരും ചോദിക്കും, നിങ്ങൾക്ക് ഇങ്ങനെ ശല്യമാണെങ്കിൽ നിങ്ങൾക്ക് പോലീസിൽ പരാതിപ്പെടല്ലോ എന്ന് ചോദിച്ചാൽ, ഈ ഒരു കമ്പി വെച്ച് ഞാൻ എന്ത് പരാതിയാണ് കൊടുക്കേണ്ടത്? ഞാൻ ക്യാമറ വെച്ച് സൈഡിൽ കൂടെ അല്ല കയറിയേക്കുന്നത്. ക്യാമറ വെച്ച് ഹൈലൈറ്റ് ചെയ്തത്തോടെ ഒന്നും നമുക്ക് കാണാൻ പറ്റിയിട്ടില്ല. പക്ഷേങ്കിൽ ഒരാൾ അതിൻ്റെ അകത്ത് കയറാതെ ഈ കമ്പി അതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്യാൻ ഒക്കത്തില്ലല്ലോ. ഇനി വല്ല പൊടിയിട്ട് കലക്കിയതാണോ, എല്ലാവരും കൂടെ ഒന്നിച്ച് വെള്ളം മൊത്തം അശുദ്ധമാക്കി കൊല്ലാൻ ചെയ്തതാണോ, ഇതിൻ്റെ ഉദ്ദേശം എന്തുവാണെന്ന് അറിയത്തില്ല. ഏതായാലും കാരണം ഇതിപ്പോൾ ഈ ഒരു കമ്പി കൊണ്ട് എനിക്ക് പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുക്കാൻ ഒക്കുമോ? അവർ ചോദിക്കുന്ന എന്ത് ചോദ്യങ്ങൾക്കാണ് ഞാൻ ഉത്തരം പറഞ്ഞത്. ഒരു കമ്പി കണ്ടു എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യുക? ഈ കമ്പി ഇട്ട് ഇനിയും അകത്ത് കിടക്കുന്ന സാധനങ്ങൾ വല്ലതും കലക്കിയതാണോ, വല്ലതും പൊടിയിട്ട് കലക്കിയാണോ? ഏതായാലും ഞങ്ങൾ രാവിലെ വെള്ളം യൂസ് ചെയ്തിട്ടുണ്ട്. ഇപ്പം അദ്ദേഹം ഒരു ഉച്ച സമയമായപ്പം ഇപ്പം കയറി ആ ടാബ്ലറ്റ് ഇടാൻ നോക്കിയപ്പോഴാണ് ഇത് ഇപ്പോഴാണ് ഞങ്ങൾ കണ്ടത്. ഞാൻ കണ്ട ഉടനെയാണ് ഞാൻ ഈ പടം എടുത്ത് ഞങ്ങൾ പോസ്റ്റ് ചെയ്യുന്നത്. ഇങ്ങനെയാണ് ഞങ്ങളിവിടുത്തെ അവസ്ഥ, അറിയാമല്ലോ. അപ്പോൾ ഞങ്ങൾക്ക് പേഴ്സണലി കുറച്ച് ഫാമിലിയിൽ കുറച്ച് പ്രോബ്ലംസ് നേരിടുന്നുണ്ട്. പക്ഷേ അന്നേരം എല്ലാവരും നിങ്ങൾ തെളിവെന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തെളിവ് ഇതാണ്. ഇപ്പം ഞാനും എൻ്റെ ഹസ്ബൻഡും എൻ്റെ 7 പഠിക്കുന്ന മോനും എൻ്റെ പ്രായം ചെയ്യുന്ന അമ്മയുമാണ് ഈ വീട്ടിലുള്ളത്. എൻ്റെ ഹസ്ബൻഡ് ജോലി ചെയ്യുന്ന ആളാണ്. പുള്ളി എന്താ പറയുന്നത്, ഞങ്ങളാരും ഫൈറ്റേഴ്സ് അല്ല. വെറുതെ ഒരാളുടെ പുറകെ ക്യാമറയും കൊണ്ടുപോയി ഇതുപോലെ ക്യാമറ കൊണ്ട് നടന്ന ഒരുത്തന്മാരുടെ മണ്ടയ്ക്ക് കമ്പി കയറ്റി പുറകെ ടോർച്ച് അടിച്ചുകൊണ്ട് പോകുന്ന ശീലം ഞങ്ങൾക്ക് ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് തെളിവ് ലഭിക്കാൻ നമ്മൾ എവിടുന്ന് തെളിവ് നമുക്ക് ലഭിക്കാൻ പറ്റും? ഒരു കമ്പി ഇങ്ങനെ കിടപ്പുണ്ട്. കമ്പി ഏതായാലും ഉണ്ടായി വരത്തില്ലല്ലോ ടാങ്കിനകത്ത്. അപ്പോൾ ഇതാണ് അവസ്ഥ. അപ്പം എൻ്റെ ഈ യൂട്യൂബ് എനിക്ക് ഒരുപാട് ഫോളോവേഴ്സൊന്നും ഇല്ലെങ്കിൽ പോലും കുറച്ച് പേരെങ്കിലും കാണുന്നുണ്ടല്ലോ. ഇത് ഏതെങ്കിലും ഒരു പോലീസ് ഓഫീസറിൻ്റെയോ അല്ലെങ്കിൽ ഇപ്പം ഒരുപാട് ഓപ്പറേഷൻ തൂഫാൻ പോലത്തെ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഞാൻ അവരോട് വിളിച്ച് കംപ്ലയിൻറ്റ് പറഞ്ഞാൽ ഒരു വാലിഡ് ആർഗ്യുമെൻ്റ് എനിക്ക് പറയാൻ ഈ ഒരു കമ്പി മാത്രമാണ് ഇപ്പം എൻ്റെ കയ്യിലുള്ളത്. ഞാനെന്ത് പറയാൻ? പക്ഷേങ്കിൽ ഞങ്ങളുടെയൊക്കെ ലൈഫ് ഒരു ഡേഞ്ചറിലാണ്. ഈ വീട്ടിലുള്ള എൻ്റെയും എൻ്റെ ഭർത്താവിൻ്റെയും എൻ്റെ മകൻ്റെയും എൻ്റെ അമ്മയുടെയും ഇത്രയും പേര് ലൈഫ് ഡേഞ്ചറാണ്. കാരണം ഈ കമ്പി ഇട്ട് കലക്കുകയാണ്. ഒരാൾ മേളിൽ കയറി ഇത്രയും ഒരു വാട്ടർ ടാങ്കിൻ്റെ അതൊരു കമ്പി വെക്കണമെന്ന് പറഞ്ഞാൽ അത് എന്തായിരിക്കും അതിൻ്റെ ഉദ്ദേശം? എനിക്കും അറിയത്തില്ല. ഇന്നാണ് ഞങ്ങൾ കണ്ടത്. എന്നാൽ വെള്ളം നമ്മൾ തിളപ്പിച്ചൊക്കെയാണ് കുടിക്കുന്നത്. എന്നാൽ പോലും നമ്മൾ പല്ല് തേക്കാനും ഒക്കെ നമ്മൾ യൂസ് ചെയ്യില്ലേ വെള്ളം. വാട്ടർ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ എല്ലാ ആവശ്യങ്ങൾക്കും ഇതുവഴിയൊക്കെയാണ് ഈ വെള്ളം നമ്മൾ യൂസ് ചെയ്യുമ്പോൾ കയറി പോകുമെന്ന് നമുക്ക് പറയാനൊക്കും. അപ്പോൾ ഇതാണ് അവസ്ഥ. അപ്പം എനിക്കിപ്പം ഞാനൊരു യൂട്യൂബർ ആയതുകൊണ്ട് എനിക്കിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, യൂട്യൂബിൽ തന്നെ ഞാൻ ലൈവ് ഇപ്പം തൽക്കാലം നിർത്തിയേക്കുന്നത്. ഞാൻ ലൈവ് ചെയ്യുന്തോറും വളരെ കുറച്ച് ആൾക്കാരെ കണ്ടിട്ടുള്ളെങ്കിലും ആ വ്യൂസ് പോലും കിട്ടുക അത് കുറഞ്ഞു വരികയാണ്. അപ്പം ഇത് സോൾവ് ചെയ്യുമെന്ന് ഞാൻ നോക്കിയിട്ട് എനിക്ക് ഡയറക്റ്റ് ശത്രുക്കളൊന്നും ഇല്ല. ഞാൻ വളരെ ഒതുങ്ങി എൻ്റെ ഭർത്താവിൻ്റെയും കൊച്ചിൻ്റെയും കൂടെ അമ്മയുടെയും കൂടെ ഈ വീട്ടിൽ ജീവിക്കുന്നൊരു വ്യക്തിയാണ്. അങ്ങനെ വളരെ ഒതുങ്ങി ജീവിക്കുന്നൊരു ആളാണ് ഞാൻ. യൂട്യൂബർ ആണെങ്കിൽ പോലും യൂട്യൂബർ വലിയ ഫേമസ് ഒന്നും അല്ല. ഞാൻ സാധാരണ യൂട്യൂബറാണ്, ചെറിയ യൂട്യൂബർ. എൻ്റെ യൂട്യൂബിൽ തന്നെ എനിക്കിപ്പോൾ ഷോർട്സും കാര്യങ്ങളും അപ്ലോഡ് ചെയ്യാൻ മടി എന്ന് പറയാൻ നമ്മൾ ചെയ്യുന്ന വർക്കിൻ്റെ എഫേർട്ട് എടുത്ത് ചെയ്യുമ്പോൾ നിസ്സാരമല്ലല്ലോ യൂട്യൂബിലൊരു ലൈവ് ചെയ്യണമെങ്കിൽ. ഞാൻ വെറും വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുക. എനിക്ക് ആൾ കുറവായതുകൊണ്ട് ഞാനൊരു കണ്ടൻ്റ് അത് ചെയ്യുവാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് അവസ്ഥ. അപ്പം ഇത് കാണുന്ന ഏതെങ്കിലും എന്താ പറയുന്നത് പോലീസ് ഓഫീസേഴ്സോ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ദൈവത്തെ ഓർത്ത് ഞങ്ങളുടെ ഈ ഏരിയയിൽ ഓതറ പഴയകാവ് ഭാഗമാണ്. എൻ്റെ ഫാദർ റിട്ടയർഡ് പോലീസ് ഓഫീസറായിരുന്നു. അദ്ദേഹം മരിച്ചുപോയി. PC വർഗീസ് എന്നാണ് എൻ്റെ ഫാദറിൻ്റെ പേര്. ഡെപ്യൂട്ടി സൂപ്രണ്ട് ഓഫ് പോലീസ് ആയിരുന്നു അദ്ദേഹം. ഓർത്തോണ്ട് പോലീസ് ഓഫീസറിൻ്റെ മകളുടെ വീട്ടിലാണ് നടക്കുന്നത്. അദ്ദേഹം മരിച്ചു പോയെങ്കിലും നമ്മൾ പറയുമല്ലോ സിംഹം കടന്നിട്ട് പൂടെയെങ്കിലും കാണുമെന്ന് എന്ന് പറയുന്നത്. എൻ്റെ അപ്പൻ പോലീസിലായിരുന്നു. അത് കഴിഞ്ഞ് അദ്ദേഹം മരിച്ചുപോയി. ഇപ്പം എൻ്റെ ഹസ്ബൻഡ് പോലീസിലല്ല, അദ്ദേഹം ഒരു പ്രൈവറ്റ് കമ്പനി ജീവനക്കാരനാണ്. ഞാനും പോലീസിലല്ല. അപ്പം പിന്നെ ഇനി എന്തും ആകാമെന്നാണ്. സാധാരണക്കാർക്ക് ഇവിടെ ജീവിക്കാൻ ഒക്കെയില്ലേ, എനിക്കറിയത്തില്ല. അപ്പോൾ ഇത് കാണുന്ന ഏതെങ്കിലും
നിയമ ആ, നിയമം കാത്തു സൂക്ഷിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇതിനെന്ത് പരിഹാരമാണ് എനിക്ക് ചെയ്യാൻ പറ്റുന്നത്? ഞാൻ എവിടെ ചെന്നാൽ ഇതിൻ്റെ പരാതി കൊടുക്കേണ്ടത്? ഈ ഒരു കമ്പി തെളിവ് മാത്രം വെച്ചുകൊണ്ട് എനിക്കറിയത്തില്ല. വല്ലപ്പോഴും ഓരോ കേസായിട്ട് അറിയാതും പറയും ഇങ്ങനെ വന്ന് കയറുക ചെയ്യുന്നത്. രൊക്കത്തിൽ നമ്മുടെ മുന്നോട്ട് വരത്തുമില്ല കൊടുക്കാൻ. അപ്പോൾ ഇതാണ് അവസ്ഥ. അപ്പം ഞാൻ ഈ കമ്പിയും ഈ എൻ്റെ ടാങ്കിലെ വെള്ളത്തിൻ്റെ ഈ പടവും ഇതിട്ടവന് ഏത് ലാംഗ്വേജ് യൂസ് ചെയ്യുന്നില്ല, എൻ്റെ അപ്പനെ ഓർത്ത് ഞാൻ യൂസ് ചെയ്യുന്നില്ല, ഇട്ടവന് ഞാനങ്ങ് സമർപ്പിക്കുക കേട്ടോ. ഇത് നിനക്ക് തന്നെ തിരിച്ചിടും. നീ ഇതിനകത്ത് എന്തെങ്കിലും കലക്കിയിട്ടുണ്ടെങ്കിൽ നിൻ്റെ വീട്ടിലും ആൾക്കാരുണ്ട്, നിൻ്റെ കൂട്ടത്തിൽ ആൾക്കാരുണ്ട്, എല്ലാവർക്കും ഇത് തിരിച്ചടിക്കും. നീ ചേരുന്നു മേളിൽ ദേവനമ്പരാന്ന് പറഞ്ഞ ആളുണ്ട് അല്ലേ, നീ ഇതിനകത്ത് എന്തെങ്കിലും അനാവശ്യമായി കലക്കിയിട്ടുണ്ടെങ്കിൽ അത് നിനക്ക് എല്ലാവരും പറയും നിനക്ക് അത് തിരിച്ചേക്കാതിരിക്കും. അത് ഞാൻ പറയാം, നിനക്ക് തിരിച്ചേറ്റിരിക്കും, ഒരു സംശയവും വേണം. കാരണം എൻ്റെ നിരപരാധി എൻ്റെ കൊച്ചു മോനും എൻ്റെ ഭർത്താവും എൻ്റെ അമ്മയും ഞാൻ ആർക്കും ഒരു കുഴപ്പവും ചെയ്യാതെ ഒതുങ്ങി ജീവിക്കുന്നവരാണ് കേട്ടോ. അതുകൊണ്ട് നിനക്കൊരുള്ള വാണിങ്ങ, നീ ചെയ്യുന്നത് ഇരട്ടത്ത് നീ ചെയ്യുന്നത് മേളിലേക്ക് തൊടാതമ്പരാൻ ഉറപ്പായിട്ടും ഇതിനുള്ളത് നീ വാങ്ങിച്ചിരിക്കും കേട്ടോ. നീ അധികം താമസിയാതെ തന്നെ നീ വാങ്ങിച്ചിരിക്കും. എനിക്ക് എത്രയേ പറയാനുള്ളൂ.